ഒരു ഭയങ്കര എക്സ്ട്രീംലി റിച്ച് ആയിട്ടൊരു പേഴ്സൺ ഒരു റോൾസ് റോയ്സിൽ നിങ്ങളുടെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുവാണ്. നിങ്ങൾ അന്നേരം എന്താണ് തിങ്ക് ചെയ്യുന്നത്? ക്ലോസിംഗ് 25% കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? സർട്ടനിറ്റി ആണ് വേണ്ടത്. എന്തൊക്കെ സർട്ടനിറ്റി ഉണ്ടാകണം? 3 തരം സർട്ടനിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ ക്ലോസിംഗ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടാത്തതിൻ്റെ നമ്പർ 1 റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം സ്റ്റില്ല് നമ്മൾ ഈ ഓൾഡ് ട്രാപ്പിൽ പെട്ട് കിടക്കുവാണ്. എന്താണ് ഓൾഡ് ട്രാപ്പ്? നമ്മൾ വളർന്ന് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകണമെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഈ പാറ്റേണിൽ കിടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് മണിയോട് ഷെയിമുണ്ട്, പൈസയോട് ഷെയിമുണ്ട്. ഓക്കെ, നമ്മൾ സംഭവം ഷെയിമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പൈസ എന്ന് വരുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ ഓർക്കും, ഓ എനിക്കതൊന്നും ഇല്ലെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം എക്സസ് പൈസ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നാ വരുന്നേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഭയങ്കര എക്സ്ട്രീംലി റിച്ച് ആയിട്ടൊരു പേഴ്സൺ ഒരു റോൾസ് റോയ്സിൽ നിങ്ങളുടെ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യുവാണ്. നിങ്ങൾ അന്നേരം എന്താണ് തിങ്ക് ചെയ്യുന്നത്? എക്സാക്ട്ലി, അവൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ എന്ന്. അപ്പോൾ അത് എൻവിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? വേറൊരാളുടെ വേറൊരു ഫീലിംഗ് പറഞ്ഞേ. സെൽഫി എടുക്കാൻ തോന്നി, അത് കൊള്ളാം. പിന്നെ വേറെ എന്താണ്? എനിക്ക് വേണമെന്ന് തോന്നുന്നു. വേറെ എന്താണ്? അയാളെ വലിയ ടീമാണെന്ന് തോന്നുന്നുണ്ടെന്ന്. പിന്നെ ലോട്ടറി അടിച്ചതായിരിക്കുമെന്ന്. ഇതൊക്കെയാണ് സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ. മേരി ടീച്ചറാണ് ഒറിജിനൽ ഉത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, എന്താണ്? അല്ലെങ്കിൽ കള്ളക്കടത്ത് വല്ലതും ചെയ്ത് ഉണ്ടാക്കിയതായിരിക്കും. നമ്മൾ ഒരിക്കലും അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്? മജോറിറ്റി ഓഫ് ആൾക്കാരും, മൈനോറിറ്റി ആൾക്കാർ തട്ടിപ്പിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്നവരുണ്ടാവും. മജോറിറ്റി ഓഫ് ആൾക്കാർ പൈസ ഉണ്ടാക്കി എങ്ങനെയാണ്? ഹാർഡ് വർക്ക് ചെയ്തല്ല, സ്മാർട്ട് വർക്ക് ചെയ്തല്ല, വാല്യൂ കൊടുത്താണ് പൈസ ഉണ്ടാക്കിയത്. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഓഫർ കൊടുത്ത്, ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഓഫർ കൊടുത്താണ് അവർ പൈസ ഉണ്ടാക്കിയത്. ക്ലിയർ ആണോ? അല്ലാതെ പെട്ടെന്ന് പൈസ ഇങ്ങനെ ഉണ്ടായി വന്നതല്ല. അത് കുറേ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വാല്യൂ കൊടുത്ത ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? അവർ ബിലിനേഴ്സായി. ക്ലിയർ ആണോ? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നവരാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വാല്യൂ മറ്റുള്ളവരെ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലൂടെ നമ്മൾ ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കും സാധനം വേണ്ട. ഞങ്ങളുടെ കമ്പനിയിലൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കും സാധനം വേണ്ട. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള വാല്യൂ പെർസെപ്ഷൻ ഓഫ് വാല്യൂ ആക്കി മാറ്റാൻ നമുക്ക് പറ്റിയിട്ടില്ല. പെർസെപ്ഷൻ ഓഫ് വാല്യൂ, അവർ പെർസീവ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിട്ട് അങ്ങനെ അവർക്ക് എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ സെല് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെവിടെയാണ് തുടങ്ങുന്നത്? പെർസെപ്ഷൻ ഓഫ് വാല്യൂ എഴുതി വയ്ക്കുക. സ്റ്റാർട്ട്സ് വിത്തിൻ മീ. എൻ്റെ ഉള്ളിലാണ് പെർസെപ്ഷൻ ഓഫ് വാല്യൂ ഇരിക്കുന്നത്. പെർസെപ്ഷൻ ഓഫ് വാല്യൂ എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ പെർസെപ്ഷനാണ് ഞാൻ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാരോട് നമ്മളൊരു നല്ല കാര്യം പറയുവാണ്, നമ്മൾ താങ്ക് യു എന്ന് പറയുവാണ്, നീനോട് പറയും, ആ നല്ല തലമുടിയൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നീന എന്നാ മറുപടി പറയുന്നത്? ആണ് അല്ലേ? നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ചില ആൾക്കാരോട് പറയുമ്പോൾ പിന്നെ അത്ര നല്ലതൊന്നുമല്ല സ്വീകരിക്കും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ സ്വീകരിക്കാറില്ല അല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നാ സിറ്റുവേഷൻ? നമ്മളുടെ ലാക്ക് ഓഫ് സെക്യൂരിറ്റി, നമ്മുടെ ഇൻസെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോകം മുഴുവൻ കൊണ്ടു നടത്തുകയാണ്. ആരും കണ്ടാൽ നല്ലതെന്ന് പറയുമ്പോൾ ഇപ്പം എന്നാലും എനിക്ക് അവിടെ ഒരു പാടില്ലേ ഇങ്ങനെ ചോദിക്കാറില്ലേ? എന്നാലും ബിസിനസ്സൊക്കെ വളർച്ചയുണ്ടായി. ഗുജറാത്തികൾ ജൂഷ് ആൾക്കാർ തമാശ പറയുന്നതാണ്. ബിസിനസ്സൊക്കെ എങ്ങനെ നന്നായിട്ട് പോകുന്ന ഏത് ജൂഷ് ആയിട്ടുള്ള ആളോട് ചോദിച്ചാൽ അവർ പറയുന്നതെന്നറിയോ? അത് മോശമായിട്ട് കൊതി വയ്ക്കാതിരിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ സെൽഫിനെ നമ്മൾ ഇനഫ് അപ്രീഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ ഇനഫ് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ നെക്സ്റ്റ് നിങ്ങളുടെ സെയിൽസ് കൂട്ടാനായിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഞാൻ 12 മന്ത്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ക്യാഷ് എക്സിലാണെങ്കിലും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെൽഫിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അപ്പോൾ ആ കോൺവെർസേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. നിങ്ങളുടെ കൾച്ചർ ചിലപ്പോൾ നിങ്ങളെ താഴെ നിർത്താനായിട്ടായിരിക്കും നിർത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് ചിലപ്പം ചില കൾച്ചറിൽ പ്രാധാന്യം ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ സ്ത്രീകൾ അവർ സംസാരിക്കരുത്, ഉറക്കം സംസാരിക്കരുത്, പുറത്ത് സംസാരിക്കരുത്, അങ്ങനെ നിൽക്കരുത്, അങ്ങനെ പറയരുത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ
മൂത്ത ആൾക്കാരുള്ളത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ഷ്രിങ്ക് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് വെച്ചേക്കുക. അപ്പം നമ്മുടെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ ഡിനൈ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക. ക്ലിയർ ആണോ? നിങ്ങളുടെ സെൽഫിനെ ഡിനൈ ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ബോഡീനെ ഡിനൈ ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അതിഥിയാണ്. അതിഥി ദേവോഭവ. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ അതിഥിയാണ്. അതിഥി ദേവോഭവ. നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ആളും നിങ്ങളുടെ അതിഥിയാണ്. അതിഥി ദേവോഭവ. ഇത് മറന്നു പോകരുത്. ഓക്കെ.